ദേശീയ മുസ്ലിം എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ എന്താണ് അജിംസും മറ്റുള്ളവരൊക്കെ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നാഷണൽ ലീഗിൻ്റെ രൂപീകരണത്തിൻ്റെ കാലഘട്ടത്തെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഈ സമയത്ത് കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീ അനിൽകുമാർ അതേക്കുറിച്ച് വിശദമായി പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, ശ്രീ പി കെ നവാസ് ആണല്ലോ അത് ഏറ്റെടുത്തുകൊണ്ട് സംസാരിച്ചത്. നവാസിന് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ജൂനിയറായ, വളരെ പ്രായം കുറഞ്ഞ ആളാണെന്നാണ്. ബാബരി മസ്ജിദിൻ്റെ തകർച്ചയുടെ കാലത്ത് പി കെ നവാസ് എത്ര പ്രായമുള്ള ആളായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ബാബരി മസ്ജിദിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിലനിൽക്കുന്ന മതനിരപേക്ഷതയുടെ തകർച്ചയാണ് നടന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം ശ്രീ നരസിംഹറാവുവിനാണ്. അതുകൊണ്ട് നരസിംഹറാവു പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും പുറത്തു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPIM പാർലമെൻ്ററി പാർട്ടി ലീഡർ കൊണ്ടുവന്നിട്ടുള്ള ഒരു അവിശ്വാസ പ്രമേയം ഉണ്ടായിരുന്നു പാർലമെൻറ്റിനകത്ത്. ആ അവിശ്വാസ പ്രമേയത്തെ മുസ്ലിം ലീഗിൻ്റെ 2 പാർലമെൻറ്റേറിയന്മാർ പിന്തുണയ്ക്കണം എന്ന് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് കമ്മിറ്റി തീരുമാനിച്ചു. ആ പിന്തുണയ്ക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അഹമ്മദ് സാഹിബിനോട് പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ടു. അന്ന് പറയാൻ കാരണം കോൺഗ്രസ് എടുത്ത നിലപാട് മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമാണ് എന്നതുകൊണ്ടാണ്. അഹമ്മദ് ആ നിലപാടിനെ തള്ളിക്കളയുകയും സേട്ടു സാഹിബ് സോമനാഥ് ചാറ്റർജി കൊണ്ടുവന്ന ആ പ്രമേയത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു എന്നതാണ്. അത് ദേശീയ തലത്തിൽ ഉയർന്നു വരേണ്ട ഒരു മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ ബഹിർഗമനമാണ്, പ്രകടനമാണ്, അതല്ലെങ്കിൽ നിലപാടിൻ്റെ പ്രതിഫലനമാണ് അന്ന് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇതിനെതിരായി അധികാര രാഷ്ട്രീയത്തോടൊപ്പം ചേർന്നു നിന്നു എന്നതാണ് അഹമ്മദിൻ്റെ നേതൃത്വത്തിലും കേരളത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലും ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ് ചെയ്ത വലിയ തെറ്റ് എന്ന് ദേശീയ തലത്തിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം വിലയിരുത്തുകയും മാത്രമല്ല, ബാബരി തകർച്ചയ്ക്ക് ശേഷം മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു. പുതിയ കാലഘട്ടം മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെതാണ്. പിന്നോക്ക ന്യൂനപക്ഷങ്ങളാദി അവസ്ഥിത വർഗ്ഗങ്ങളെല്ലാം ചേർന്ന് നിന്നുകൊണ്ട് പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കേണ്ടതുണ്ട് എന്ന് സേട്ട് സാഹിബ്. സാമുദായിക രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ്? ഏത് നിങ്ങളുടെ രാഷ്ട്രീയം? പിന്നെ എന്താ? ഒരിക്കലും അല്ല. അത് നിങ്ങളോട് ആരാ അജിംസെ പറഞ്ഞു തന്നത് ഞങ്ങളുടേത് സാമുദായിക രാഷ്ട്രീയമാണെന്ന്? സേട്ട് സാഹിബ് പാർട്ടി രൂപീകരിക്കുന്ന അന്ന് ഡൽഹിയിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലും പ്രഭാഷണത്തിലും മുഖ്യമായി ഉയർത്തിക്കൊണ്ടുവന്നത് സാമുദായിക രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞു എന്നാണ്. സാമുദായിക രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിൽ നിന്ന് ഇറങ്ങി വന്ന ഇബ്രാഹിം സുലൈമാൻ സേഠിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും LDFന്റെ പിന്നാമ്പുറത്ത് വരാന്തയിൽ എത്ര വർഷമാണ് നിർത്തിയത്? ഒരുപാട് കാലം. അത് ആരെങ്കിലും ചേർത്ത് നിർത്തുന്നുണ്ടോ? ലോകത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മുന്നണിയിൽ കയറാൻ 4 നൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടോ? അത് അജിംസിന് തന്നെ അറിയാവുന്ന രാഷ്ട്രീയം ചരിത്രമാണല്ലോ. അത് ഞങ്ങൾ ഒരു മുന്നണിക്കകത്ത് കയറേണ്ടതുണ്ടോ എന്നതോ അതല്ലെങ്കിൽ മുന്നണി പരിഗണിക്കുന്നുണ്ടോ എന്നതോ അല്ല ഞങ്ങളുടെ രാഷ്ട്രീയം. മറിച്ച് ഒരു നിലപാട്, ദേശീയ തലത്തിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള ഒരു നിലപാട്, ആ നിലപാട് അക്കാലത്തെ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷവുമായി യോജിച്ച് നിൽക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മുന്നണിക്കകത്തായാലും പുറത്തായാലും അതുപോലെ വരാന്തയിലായാലും എവിടെയായാലും അവിടെ നിന്നുകൊണ്ട് സ്റ്റാൻഡ് ഉറപ്പിക്കുകയും ആ നിലപാട് പൊതുസമൂഹത്തോട് പറയുകയും ചെയ്യുക എന്ന സ്റ്റാൻഡാണ് അന്ന് സേട്ട് സാഹിബ് എടുത്തിട്ടുള്ളത്. ഇന്നും അതേ നിലപാട് തന്നെയാണ്. അത് നവാസിന് അറിയില്ലാത്തത് കൊണ്ട്, നവാസിന് ആ ചരിത്രം അറിയില്ലാത്തത് കൊണ്ട് നവാസ് അത് പറഞ്ഞു എന്നത് മാത്രമാണ്. ഞങ്ങൾക്ക് മറ്റൊരു 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട്. ഇപ്പം നവാസും മറ്റുള്ളവരൊക്കെ സൂചിപ്പിച്ചല്ലോ ഈ തെരഞ്ഞെടുപ്പ് ഫലം വലിയ തോതിൽ ഇടതുവിരുദ്ധമാണ് എന്ന്. നേരത്തെ അജിംസ് തന്നെ പറഞ്ഞു 2010 ഭാഗമായി ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി ഒരു പാർട്ടി നിൽക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ INL തമിഴ്നാട്ടിൽ ഏത് മുന്നണിയിലായിരുന്നു? അന്ന് DMK യോടൊപ്പമായിരുന്നു. അവിടെ DMK അല്ല, ADMK ഒപ്പമായിരുന്നു. ADMK ആരാണ്? അവരാരുമായിട്ടാണ് സഖ്യം? ഏത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലല്ലോ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ DMK യോടൊപ്പമായിരുന്നു, DMK മുന്നണിയോടൊപ്പമായിരുന്നു. ADMKയുടെ മുന്നണിയിൽ INL മത്സരിച്ചിട്ടുണ്ടോ? ഇല്ലേ? 2019 24 2019 ഒരു ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ അജിംസ ചരിത്രം പറഞ്ഞതുകൊണ്ട് ഞാനത് ക്ലിയർ ആക്കാം. ഞങ്ങൾക്ക് 5 MLA-മാരുണ്ടായിരുന്ന ഒരു പ്രദേശമാണ് തമിഴ്നാട്. അവിടെ 5 MLA-മാരുണ്ടായിരുന്നു. ആ 5 MLA-മാരുണ്ടായിരുന്ന ഞങ്ങൾ DMK മുന്നണിയിൽ നിന്നും വിട്ടു വന്നുകൊണ്ട് AIDMKയോടൊപ്പം ചേർന്നു. അന്ന് DMK BJP-യുമായി അലയൻസ് ഉണ്ടാക്കി. ആ കാലത്ത് അത് 2005 കാലഘട്ടത്തിലാണ്. അന്നാണ് DMK മുന്നണിയിൽ നിന്ന് INL വിട്ടത്. പിന്നെ അതുപോലെ AIDMKയോടൊപ്പം ചേർന്നത്. അല്ലാതെ ഈ അടുത്ത കാലത്തൊന്നുമല്ല. BJP-യും AIDMK-യും യോജിച്ച കാലത്ത് ഞങ്ങൾ AIDMKയോടൊപ്പം ചേർന്നിട്ടില്ല. DMK മുന്നണി BJP-യോടൊപ്പം ചേർന്നപ്പോഴാണ്.